തേടിയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ പാമ്പുകൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് തണുപ്പുള്ള പ്രദേശത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വരുമ്പോഴേക്കും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നുണ്ട്. ഈ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ വരുന്നത്. കടി സംഭവിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ഒരു പാമ്പ് കടി കയറ്റാൽ നോർമലി നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ആദ്യമായി നമുക്ക് വരുന്നത് അതിയായ ഭയമാണ്. കാരണം ഇത് നമ്മൾ സിനിമയിൽ കാണുന്നു, പാമ്പ് കടി കേൾക്കുന്നു, ന്യൂസിൽ കേൾക്കുന്നു, എസ്പെഷ്യലി പല ഇത്തരം മോശം ആയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടുന്നു. അപ്പോൾ ഒരു രോഗിക്ക് പാമ്പ് കടിയേറ്റെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫാക്റ്റാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഡ്രൈ ബൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ പാമ്പ് കടിയും വിഷബാധയ്ക്കുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ എല്ലാ പാമ്പ് കടിയും, ഏതൊരു പാമ്പിൻ്റെ കടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വിഷബാധ ഉള്ളതെന്ന് തന്നെ നമ്മൾ വിചാരിച്ച് ആരോഗ്യക്ക് വേണ്ട ഫസ്റ്റ് പരിചരണം എന്ന് പറയുന്നത് രോഗിക്ക് നമ്മൾ റീഅഷുറൻസ് കൊടുക്കുക. ഇത് ചിലപ്പം വിഷമായിരിക്കത്തില്ല, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ റീഅഷുറൻസ് ആദ്യം രോഗിയെ നമ്മൾ കംഫർട്ട് ചെയ്യുക. കാരണം രോഗി ടെൻഷൻ ആകുമ്പോൾ അദ്ദേഹത്തിന് ബോഡിയിൽ കാറ്റക്കോമിൻ റിലീസും കാര്യങ്ങളും ഉണ്ടാകുകയും ഹാർട്ട് റേറ്റ് കൂടുകയും അതുകൊണ്ട് തന്നെ ഈ പോയിസൻ്റെ സർക്കുലേഷൻ വളരെ ഫാസ്റ്റായിട്ട് ബോഡിയിലേക്ക് എത്തിക്കാനുള്ള പ്രവണത ഉണ്ട്. സോ ആദ്യം റീഅഷുറൻസ് പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ്, പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ട് ടു എ ഹോസ്പിറ്റൽ. കാരണം നമ്മൾ പലപ്പോഴും രോഗി പാമ്പ് കടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ ഇല്ല അവർ നടത്തിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബൈക്കിൽ കൊണ്ടുപോവുക. നമ്മളങ്ങനെ ചെയ്യില്ല. ആ രോഗി അപ്പം തന്നെ നമ്മൾ ഇരുത്തി, ഇപ്പം കാലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ കടി കൊള്ളുന്നത്. സോ രോഗി ഇരുത്തുക, കിടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ടിലേക്കുള്ള രക്തഓട്ടം കുറച്ചുകൂടെ കൂടി സർക്കുലേഷനിലേക്ക് ആ ബ്ലഡ് ഫാസ്റ്റ് എത്താനുള്ള പ്രവണത കൂടും. രോഗി ഇരുത്തി കാല് നീട്ടി വെച്ച് കാറിലോ അല്ലെങ്കിൽ ഒരു 4 വീലറിലോ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് എപ്പോഴും ഉള്ളൊരു ചോദ്യം, നമ്മൾ പാമ്പിൻ്റെ വിഷം പടരാതിരിക്കാൻ വേണ്ടി ടോർണിക്യൂറ്റ് കിട്ടണോ എന്നുള്ളൊരു ചോദ്യം. ഈ ടോർണിക്യൂറ്റ് പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുമ്പോൾ രോഗികൾ ഒരു കയറെടുത്ത് മുറുക്കി കെട്ടി കൊണ്ടുവരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലിലേക്കുള്ള രക്ത ഓട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്തം കാലിലേക്കുള്ള ഓട്ടം പോലെ തിരിച്ചുള്ള ഓട്ടം. നമ്മൾ ഈ ഇത് കെട്ടുന്നതിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ലിംഫാറ്റിക് സർക്കുലേഷൻ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷം ഇത്ര ടൈറ്റ് ആ വിഷം അവിടെ നിൽക്കുകയും ആ കാലിൽ പടരുകയും അവിടെ വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ചില ഗുരുതര സാഹചര്യങ്ങൾ കാലം മുറിച്ചു മാറ്റാൻ അവസ്ഥ വരെ പോയിട്ടുണ്ട്. സോ ഏതൊരു ഫസ്റ്റ് റെസ്പോണ്ടറും നമ്മൾ ഉചിതമായി ആലോചിക്കുകയും ടോർണിക്യൂറ്റ് കെട്ടുക. അത് നമ്മുടെ ആ കടിയേറ്റ ഭാഗത്തിന് ഒരു 2 to 3 സെൻറ്റിമീറ്റേഴ്സ് മുകളിൽ നമ്മൾ ഒരു മോഡറേറ്റ് ടൈറ്റ്നസ്, അതായത് ഇപ്പോൾ നമ്മളൊരു BP കഫ് എടുത്ത് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളെല്ലാവരും BP നോക്കാറുണ്ടല്ലോ, BP നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൂട്ടുപോലും അപ്പോൾ ഒരു 50 millimeters ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 45 millimeters ഓഫ് മെർക്കുറി വരുമ്പോൾ ആ ഒരു പ്രശ്നം, അത് ഒരു ചെറിയൊരു പിടുത്തം, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡോക്ടർ BP കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം, അത്രയും പിടുത്തം മാത്രമേ വരാവുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അതാണ് ഒരു ഉചിതമായത്. നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, റീഅഷുറൻസ് കൊടുക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ സിനിമയോ നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളിലുള്ള എക്സ്പീരിയൻസിലോ ഒന്നും ചെയ്യുന്നത്, നമ്മളെ കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി നമ്മൾ ആ വിഷത്തിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കും. അതിന് ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. കാരണം നമ്മൾ ഈ കടിയേറ്റ് കഴിഞ്ഞാൽ അത് മസിലിലാണുള്ള ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് മുറിവിൽ വീണ്ടും കൂടുതൽ ഇൻഫെക്ഷൻ വരികയും അതിൽ സെല്ലുലൈറ്റിസോ അങ്ങനെ പല കോംപ്ലിക്കേഷൻ പോവുകയും വളരെ ഈ വിഷബാധ ഏറ്റേക്കാട്ടിലും വലിയ കോംപ്ലിക്കേഷൻസ് ഈ മുറിവ് കൊണ്ടുണ്ടായിട്ടുണ്ട് രോഗികൾക്ക്. അത് പ്രിവെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പച്ചില അത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. നമ്മുടെ പല നാട്ടുവൈദ്യ പ്രാക്ടീസ് പല കാര്യങ്ങളുണ്ട്, പക്ഷേ ആസ് എ ഡോക്ടർ ഫ്രം അലോപ്പതി ഇതിനുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ലത് അതുപോലെ ഐസ് വെക്കുക, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. രോഗിയെ റീഅഷുറൻസ് കൊടുക്കുക. അദ്ദേഹത്തിന് കാലിലാണെങ്കിൽ കാല് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുത്തിയിട്ട് കാല് നീട്ടി ഇരുത്തുക. കയ്യിലാണെങ്കിൽ കൈ പൊക്കി വെക്കുക, ടോർണിക്ക് ഇട്ടിട്ട് കൈ ഹൃദയത്തിൻ്റെ താഴത്തെ ലെവലിലോട്ട് വെക്കുക. രോഗിയെ റീഅഷുർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മൾ ഹിസ്റ്ററി പറയുക. അതുപോലെ പലപ്പോഴും ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ ചെയ്യുന്നൊരു പ്രവണത, ഫസ്റ്റ് നമ്മളൊരു പാമ്പ് കടിയിട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം പോയി ആ പാമ്പിനെ അടിച്ച് കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ നോക്കും. അത് നമ്മുടെ പർപ്പസ് ഏത് പാമ്പെന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം വരുമ്പോൾ നമ്മൾ ഏത് പാമ്പാണ്, വിഷമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പാമ്പിനെ ചേസ് ചെയ്യുമ്പോൾ മുമ്പ് വീണ്ടും പാമ്പ് കടിയേക്കുള്ള പ്രവണത കൂടും. പല കേസുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, വേറെ അവൻ്റെ ബാക്കിൽ പോയ ആൾക്കാർക്കും പാമ്പ് കടി കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാമ്പിനെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പിൻ്റെ തല കട്ടായിരുന്നാൽ പോലും അത് ചിലപ്പോൾ കയറി ബൈറ്റ് ചെയ്ത് പോയിസൺ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അത്ര ഡേഞ്ചറസ് ആണ് ആ പാമ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഐഡിയലി ഇത്തരം പാമ്പിനെ കാണാൻ അതിന് എന്തെങ്കിലും അടിച്ചോ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫോട്ടോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാണിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മാക്സിമം ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഡോക്ടർ പറയുന്നത്. ഉറപ്പായും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഉറപ്പായും. ഓക്കെ, ഫൈൻ. ഇപ്പം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന രീതിയിലാണല്ലോ. അപ്പം ഈ പാമ്പ് വരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉറങ്ങുന്ന സമയമാണ്, നമ്മളിപ്പോൾ ഉറങ്ങായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. ഈ പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. അതെ, അല്ല, നമ്മുടെ ജനറൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു സമ്മറിൽ ഇപ്പോൾ ഇച്ചിരി ന്യൂസ് ഒരുപാട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അറിയും, ഇന്ന് നമ്മൾ വളരെ സോഷ്യലി ആക്റ്റീവാണ്, ഇത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ശരിപ്പെടുന്നു. എന്നാൽ പല പഠനങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് പഠനങ്ങൾ ഇതിനെ പാമ്പ് കടിയെക്കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പല പഠനങ്ങളിലും പറയുന്നത് ഈ സമ്മറിൽ ഈ ക്രേറ്റ് തുടങ്ങിയ പാമ്പുകൾ വരുന്നു, എസ്പെഷ്യലി മൂർഖൻ, ഇതിൻ്റെ ഒരു ബയോളജിക്കൽ ബിഹേവിയർ, ഇതിൻ്റെ ബ്രീഡിങ് ടൈമാണ്. അപ്പം ഈ ബ്രീഡിങ് ടൈമിൽ ഇവർ കുറേ കൂടെ ആക്റ്റീവ് ആയിരിക്കും. ഇവർ കുറേ കൂടെ ഇവർ ഇൻഫൻസിനെ മൂർഖനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ ക്രൈറ്റ്സും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഈ സമയങ്ങളിൽ സമ്മറിൽ കുറച്ചുകൂടെ അവർ നൈറ്റ് അവർ എന്താ പറയുക, അവർക്കുള്ള ആഹാരം തേടി പുറത്തിറങ്ങുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മളത് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴക്കാലമാണ് പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഇൻസിഡൻസ് ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാമ്പ് കടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ. അപ്പം ഇതിൽ നമുക്ക് രണ്ട് പോപ്പുലേഷൻ, ഒന്ന് അഡൽട്സ്, ഒന്ന് കുട്ടികളിലും ഒരുപാട് പാമ്പ് കടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഒരു പഠനം 2017 മലബാർ ഏരിയ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കടിയേറ്റിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മൂർഖനും ക്രൈറ്റും. അപ്പം ഈ കുട്ടികളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 6 വയസ്സ് മുതൽ 11 വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിന് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അവയർനെസ്. ഇപ്പോൾ കുട്ടികളിലായാലും അഡൽസിലായാലും നമ്മൾ അവയർനെസ് കൊടുക്കുക. ഇപ്പം വീട്ടിന് ചുറ്റും ക്ലീൻനെസ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുക. അതായത് സ്നേക്കിന് നമ്മൾ, അല്ലെങ്കിൽ ഒരു പാമ്പ് വന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ എൻവയറമെൻറ്റിന് ചുറ്റും വരാനുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, റാറ്റ് പാമ്പിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം, എലി, അതിന് വരിക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന് ചുറ്റും എന്താ പറയുന്നത്, ഈ ചെറിയ കുഴികൾ, അല്ലെങ്കിൽ വീട്ട് ജനൽ അശ്രദ്ധമായി തുറന്നിടുക രാത്രി കാലങ്ങളിൽ. പിന്നെ തറയിൽ കിടക്കുന്നത്, കാരണം തറയിൽ കിടക്കുമ്പോൾ പലപ്പോഴും ഈ പാമ്പ് വീട്ടിൽ വരുവാണെങ്കിൽ അത് പോകുന്ന വഴിയിലാണെങ്കിൽ അത് ബൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. സോ ഇങ്ങനെ നമ്മുടെ ചുറ്റും എൻവയറമെൻറ്റൽ ക്ലെൻലിനെസ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രിവെൻഷന് വേണ്ടി. അതുപോലെ ഹൈ റിസ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ പാടത്ത് പോകുന്ന ആളുകൾ, അവരെപ്പോഴും കാലിൽ നമ്മൾ ഒരു വെറും കാലിൽ പോകാതെ ബൂട്ട് അല്ലെങ്കിൽ ഒരു മുട്ടിൻ്റെ അളവിലുള്ള ഷൂ ഇട്ട് പോവുക. അപ്പോൾ ബൈറ്റ് വന്നാലും, കാരണം അവർക്ക് ഒരു ജോബ് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായി ഇവർക്ക് ഇത്ര റിസ്ക് എക്സ്പോഷർ കൂടുതലാണ്. അതുപോലെ അത്തരം ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അവയർനെസ് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പ്രിവെൻഷൻ പറഞ്ഞാൽ എന്തൊരു ബൈറ്റ് സംഭവിച്ചാലും നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഈ പ്രൈമറി ആയിട്ടുള്ള കെയർ കൊടുത്ത് രോഗിയെ ഭയപ്പെടുത്താതെ പ്രോപ്പറുള്ള ടോർണിക്വറ്റ് അപ്ലൈ ചെയ്ത് സേഫായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം വേനൽ അവധിയും കൂടിയാണല്ലോ, അപ്പോൾ കുട്ടികൾ ഈ പുറത്തിറങ്ങി കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളും കൂടി ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഒരു ഭീഷണിയും കൂടി വരുന്നത്. അപ്പോഴാണ് ഡോക്ടർ ഈ ബൂട്ട് ഇട്ട് ഇറങ്ങുക എന്നുള്ള സാധ്യതയിൽ കൂടി വരുന്നത്. ഇതൊരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നൊരു വിഷയവും കൂടി വരത്തില്ലേ? ഇത് എത്രമാത്രം ഇത് പ്രാക്ടിക്കൽ ആണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിനെന്തായിരിക്കും മറുപടി? അല്ല, ടു ബി വെരി ഫ്രാങ്ക്, ഇപ്പം ഞാൻ ഈ ബൂട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഇപ്പോൾ കാട്ടിൽ അല്ലെങ്കിൽ വയലിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർ അവരുടെ ജോലിയുടെ ഭാഗമായി സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക. കുട്ടികളിൽ ഉറപ്പായിട്ട് നമ്മൾ ഇത്തരം ഇതിൽ അവയർനെസ് കൊടുക്കുക. കാരണം ഈ കളിക്കുമ്പോൾ കാട്ടിലോ പൊന്തക്കാടുകളിലോ പോകാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഇങ്ങനത്തെ ഈ പൊത്തകളിൽ പോകാതിരിക്കുക. സോ നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുക. കാരണം ഏറ്റവും വലിയ പ്രശ്നം, പല സ്നേക്ക് ബൈറ്റ് ഇഗ്നോർ ചെയ്യപ്പെടും. മനസ്സിലായല്ലോ? ഇപ്പം ഒരു കുട്ടി ഒരു പാമ്പ് കടിയേറ്റ് അല്ലെങ്കിൽ ഒരാൾ വരികയാണ്, നമ്മൾ പറയണം ഒബ്സർവേഷൻ, അപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ക്രൈറ്റ്സ് ഇതിൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ 6 മണിക്കൂർ തൊട്ട് 12 അല്ലെങ്കിൽ 24 മണിക്കൂറിലേക്ക് സിംറ്റംസ് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു സമയം കൊടുക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം വളരെ ക്ലോസ്ലി. അത് പേഷ്യൻസും രോഗിയും രോഗിയുടെ ബന്ധുക്കളും അത് മനസ്സിലാക്കി അവർ സഹകരിക്കുകയാണെങ്കിൽ നമുക്കതിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം ആ ഒരു ഇത് ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഇപ്പോൾ ഈ സർപ്പ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിനും ആളുകൾക്ക് എത്രമാത്രം അവെയർ ആണ് എന്നുള്ള രീതിയിലും അറിയത്തില്ല. പെട്ടെന്ന് പാമ്പ് കടിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലൂടെയാണല്ലോ ആളുകൾ പോകുന്നത്. ഈ ചുറ്റും കൂടി നിൽക്കുന്നവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് തളിക്കുന്നത് പോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ അധികൃതർ. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ആ ചോദ്യം ചോദിച്ചത്. തുടക്കത്തിലെ ഇവരെ ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്നൊരു മാനസികമായിട്ടൊരു ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല
അവിടെ നിന്നും കിട്ടിയത്, ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് കിട്ടിയത്. ശരി, രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമാവുന്നു. ക്രേറ്റ്സ് ആണെങ്കിൽ അതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ കുറവായിരുന്നു. അത് ഈ 2 ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നതും കൂടി പറയുമ്പോഴാണ് മാനസികമായും നമുക്ക് കൂടെ ഉണ്ടായിരുന്നില്ല, അസുഖം കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കും കൂടി എത്തുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ ഒരു ആസ് എ ഡോക്ടർ നമ്മളെപ്പോഴും ഇതൊരു ഡോക്ടർ സമൂഹത്തിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഇത്തരം രോഗികൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയും ഇത്തരം ഒരു ബൈറ്റായിട്ട് കാര്യങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് വിട്ടു. ശരിയാണ്, അത് നെഗറ്റീവ് ആയിരിക്കാം. പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രോഗി പറയുന്ന ഹിസ്റ്ററി. അത് ഒരു കുട്ടി പറഞ്ഞാലും അഡൽട്ട് പറഞ്ഞാലും നമ്മൾ വളരെ വാലിഡേറ്റ് ചെയ്യുക. പിന്നെ ഇത്തരം ബൈറ്റ് ഉണ്ടോ നമ്മൾ ക്ലിനിക്കൽ എവിഡൻസ് നോക്കുക. ഫോർ എക്സാമ്പിൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടെങ്കിൽ മാർക്ക് നമ്മൾ നോക്കുക. എപ്പോഴും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുക, അദ്ദേഹം പാമ്പിൻ്റെ കടിയേറ്റ ഭാഗത്ത് മാർക്കുണ്ടോ. പലപ്പോഴും നമുക്ക് മാർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. യൂഷ്വലി 2 ആ ഒരു ഫാങ്സിൻ്റെ മാർക്ക് കാണാൻ കഴിയും നമുക്ക്. അത് നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുക. കുട്ടീനെ നമ്മൾ ഇപ്പം ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ഒരുപാട് ബ്രത്ത് അനലൈസർ ടെസ്റ്റ് തൊട്ട് പല ക്ലിനിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. സോ ബ്രത്ത് അനലൈസിങ്, സിംഗിൾ ബ്രത്ത് ടെസ്റ്റ്. രോഗിയെടുത്ത് നമ്മൾ പറയുക, നിങ്ങളൊരു ശ്വാസം ഇത്ര നേരം പിടിച്ചിരിക്കുക, ഇത്ര സെക്കൻഡ് പിടിച്ചിരിക്കുക. അപ്പോൾ എത്ര സെക്കൻഡ് നമ്മൾ കൗണ്ട്, അല്ലെങ്കിൽ രോഗിയുടെ ശ്വാസം പിടിച്ചിട്ട് 30-ന് മുകളിൽ രോഗിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഒരു ശ്വാസം പിടിച്ച് ഒറ്റ ശ്വാസം 30-ന് മുകളിൽ കൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ വളരെ വളരെ മൈനറായിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻസ് കറക്റ്റായിട്ട് ചെയ്ത് ആ രോഗീനെ അവിടെ വെച്ച് ഒബ്സർവ് ചെയ്ത് വീണ്ടും നമ്മൾ റീഅസസ് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുക. ഇതിനുള്ള അവയർനെസ് അത്തരം സെക്ടറിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് കുറവാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ളവർ ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കുക. അവയർനെസ്സിലൂടെ നമുക്ക് കഴിഞ്ഞത് പാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സംഭവിച്ചത്, പക്ഷേ പ്രിവെൻഷൻ ആണല്ലോ നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഇത്തരം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അനലൈസ് ചെയ്ത് ഡോക്ടേഴ്സിന് ഈ ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കാനും ഒരു കപ്പാസിറ്റി ബിൽഡിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും.